ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ആനകൾക്കുള്ള സുഖചികിത്സ തുടങ്ങി. പുന്നത്തൂർ ആനത്താവളത്തിലെ ആനകൾക്കാണ് ആരോഗ്യ സംരക്ഷണത്തിനായി 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ ആരംഭിച്ചത്. മന്ത്രി കെ രാജൻ, ദേവസ്വം കൊമ്പന്മാരായ വിനായകൻ, ജൂനിയർ വിഷ്ണു എന്നിവർക്ക് ഔഷധ ചോറുരുള നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മറ്റ് ആനകൾക്കും ഔഷധ ചോറുരുളകൾ നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായ ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഇവിടുത്തെ ഒരു പ്രത്യേകത ആയുർവേദവും അലോപ്പതിയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആനയുടെ സമൂലം അതിൻ്റെ ശാരീരിക അവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ എല്ലാം ഗുണകരമാകുന്ന വിധത്തിൽ അഴകും ആരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇവർ തയ്യാറാക്കി 30 ദിവസത്തേക്ക് വേണ്ടി നടത്തുന്നത്. കർക്കിടകത്തിലാണ് സാധാരണ പല ദേവസ്വങ്ങളിലും ആനയൂട്ട് ആരംഭിക്കുക. പക്ഷേ ഗുരുവായൂർ കർക്കിടകം ആരംഭിക്കുന്നതിന് മുമ്പ് മലയാള തീയതിക്ക് പകരം ഇംഗ്ലീഷ് തീയതി തന്നെ 30 ദിവസം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചടങ്ങ് ഇന്നും ഏറ്റവും കൃത്യമായിട്ട് ആരംഭിച്ചു. 2025 ഈ ആനകളുടെ സുഖചികിത്സയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ പരിപാലനത്തിന് വേണ്ടി പുന്നത്തൂർ കോട്ട ഗുരുവായൂർ ദേവസ്വം വില കൊടുത്ത് വാങ്ങുകയും ഇത് ആനത്താവളമാക്കി മാറ്റുകയും ചെയ്തതിൻ്റെ 50ാം വാർഷികം കൂടി ആണിത്. സമീകൃതമായിട്ടുള്ള ഒരു ഡയറ്റാണ് ഈ ഒരു 30 ദിവസം ആനകൾക്ക് നൽകുന്നത്. ഈ ഡയറ്റ് നൽകുന്നതിന് മുന്നോടിയായി എല്ലാ ആനകളുടെയും ബ്ലഡ് എല്ലാം എരണ്ടം എല്ലാം ടെസ്റ്റ് ചെയ്ത് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റുകൾ നൽകിയതിന് ശേഷമാണ് ഇത്തരമൊരു പരിപാടിയിലേക്ക് കടക്കുന്നത്. അതിനു മുമ്പ് ആനകൾക്ക് വിരമരുന്ന് നൽകി എല്ലാ ആരോഗ്യം പൂർണ്ണമായി നൽകിയതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നത്.